എക്സലിൽ ചില സെല്ലുകളെ മാത്രം എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് ഡാറ്റകളിലൂടെ ടൈപ്പ് ചെയ്യാം. ഇതിൽ 2 റോ ആയിട്ട് ഞാൻ ഡാറ്റ ഇട്ടിട്ടുണ്ട്. അതിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കളറും കൂടി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇമാജിൻ, ഇപ്പോൾ മഞ്ഞ കളറിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഭാഗത്തെ ഡാറ്റകളൊന്നും നമുക്ക് ആർക്കും അവർ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ, ബാക്കിയൊന്നും എഡിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ സെലക്ട് ചെയ്തിട്ട് ഡാറ്റയിൽ പോവുക, താഴെ ലോക്ക് എന്നൊരു ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും അതിൽ പോയി കഴിഞ്ഞിട്ട് പ്രൊട്ടക്റ്റ് കൊടുക്കുക. ഇവിടെ നമുക്ക് പാസ്വേഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ വിട്ടേക്കുക, ബ്ലാങ്ക് ഇട്ടിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ മഞ്ഞ കളറുള്ള ഭാഗത്ത് മാത്രമേ അൺലോക്ക് ആവുള്ളൂ, ബാക്കിയുള്ള ഭാഗത്തൊന്നും നമുക്ക് എല്ലാം ലോക്കായി. കണ്ടോ? അതായത് ലോക്ക് എന്ന് കൊടുക്കുന്നത് അൺലോക്കാണെന്ന് ധരിക്കുക, ഓപ്പോസിറ്റാണ്, മാറിപ്പോകരുത്. അപ്പോൾ മഞ്ഞ കളറിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ മഞ്ഞ കളറില്ലാത്ത ഭാഗത്ത് എവിടെയും നമുക്ക് ഡാറ്റ ആക്സെപ്റ്റ് ചെയ്യില്ല.